പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ബാങ്ക് വിളി മലയാളത്തിലാക്കാൻ ധൈര്യമുണ്ടോ? വല്ലാത്ത ജാതി വെല്ലുവിളിയാണല്ലോ അല്ലേ. ആരിഫ് ഹുസൈൻ്റെ പേരിലാണ് ആ പോസ്റ്റർ കാണുന്നത്. പുതിയ ഡേറ്റാണ്, ഓഗസ്റ്റ് 5-നാണ് ആ പോസ്റ്റർ ഡേറ്റ് കാണുന്നത്. ആരിഫ് ഹുസൈൻ അങ്ങനെ വെല്ലുവിളിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഏതായാലും ആരിഫ് ഹുസൈൻ എന്നല്ല, ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംശയമോ വെല്ലുവിളിയോ ഉണ്ടെങ്കിൽ ബാങ്ക് എന്നല്ല, ഇസ്ലാമിലെ ഏറ്റവും പ്രധാന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ, അത് കഴിഞ്ഞിട്ടുള്ള ഹദീസുകൾ, അതുപോലെ തന്നെ മറ്റു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഇവിടെ എല്ലാ ഭാഷയിലും ലഭ്യമാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഉറുദുവിലും ഹിന്ദിയിലും, നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് വേണ്ടത് എല്ലാ ഭാഷയിലും ഇവിടെ ലഭ്യമാണ്. ഇസ്ലാമിനിവിടെ മറച്ചു വെക്കാനൊന്നുമില്ല. എല്ലാം വളരെ ഓപ്പണായി പറഞ്ഞു കൊടുക്കുന്നൊരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മദ്രസകളിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ദർസുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകൾ ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി ലഭിക്കും. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അതിലെവിടെയെങ്കിലും വർഗീയതയോ അതല്ലെങ്കിൽ അപര മതവിദ്വേഷം പഠിപ്പിക്കുന്നതോ അങ്ങനെ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടാത്തതോ അതിലുണ്ടോ നിങ്ങൾക്ക് കൃത്യമായി പരിശോധിച്ച് നോക്കാമല്ലോ. അതുപോലെ തന്നെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് വളരെ ഓപ്പണായിട്ടാണ്, പൂട്ടിയിട്ട് അടച്ചിട്ടിട്ടൊന്നുമല്ലല്ലോ. അവിടെ കൃത്യമായി മലയാളത്തിലാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. എന്തിനേറെ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന വാഴ് പരമ്പരകൾ, അതാണല്ലോ മുസ്ലിമീങ്ങൾ കൂടുതലായി പഴയ കാലത്തും ഈ പുതിയ കാലത്തും അറിവ് ശേഖരിക്കാൻ തേടുന്ന ഒരു വിദ്യയാണ് വാഴ് പരമ്പരകൾ. ഒരുപാട് വാഴകൾ യൂട്യൂബിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ 10,000 വാട്സിൻ്റെയും 20,000 വാട്സിൻ്റെ ഒക്കെ വലിയ മൈക്ക് സെറ്റൊക്കെ കെട്ടിയിട്ടാണ് വാഴ് പറയുന്നത്. വളരെ ഓപ്പണായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ബാങ്ക് വിളി എന്നല്ല, ഖുർആൻ ആയാലും ഹദീസ് ആയാലും മറ്റു ഗ്രന്ഥങ്ങളായാലും എല്ലാ ഭാഷയിലും ലഭ്യമാണ്. ഇസ്ലാമിനെ പറ്റി കൃത്യമായി പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. ബാങ്കിൽ എന്താണുള്ളത്? അള്ളാഹു വലിയവനാണ്, അവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ്, പ്രവാചകരാണ്. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഇതേ ബാങ്കിലുള്ളൂ, ഇതല്ലാത്തൊന്നും ബാങ്കിലില്ല. പിന്നെ എന്താണ് ബാങ്ക് മലയാളത്തിൽ കൊടുക്കാത്തത്? അത് അറബി ഭാഷയിൽ തന്നെ കൊടുക്കണം എന്നുള്ളൊരു നിയമമുള്ളത് കൊണ്ടാണ്. അല്ലാതെ അത് മലയാളത്തിലാക്കുന്നത് കൊണ്ട് ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ ആയാലും ആര് പറഞ്ഞാലും ബാങ്കിലൊന്നും ഒന്നുമില്ല. അതൊക്കെ വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ഇവിടെ എല്ലാം ലഭ്യമാണ്. ഇസ്ലാം വളരെ ഓപ്പണാണ്.